ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. ഇന്ന് പകൽ ഈ ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശത്തെ ഘോഷിപ്പാൻ ഞങ്ങൾ അല്പനിമിഷം നിങ്ങളുടെ അനുവാദത്തെ ചോദിച്ചുകൊണ്ട് ഇവിടെ ഈ ശുശ്രൂഷയെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം വാസ്തവമായും ഓർപ്പിക്കട്ടെ, ഇന്നിവിടെ മുഴങ്ങുന്ന ശബ്ദം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വലിയ കഷ്ടതകളോ പ്രതിസന്ധികളോ ദുരിതപൂർണമായ അവസ്ഥകളോ അസമാധാനത്തിന്റെ വിത്തുകളോ തകർച്ചകളോ നിങ്ങൾ നേരിടുന്ന ഏത് തരം പ്രതിസന്ധികളാണെങ്കിലും അതിന് ഉത്തമമായ മറുപടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പൂർണ്ണമാദ്യത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും മാറ്റിക്കുറിച്ച അഖിലാണ്ടത്തെ ഉടയവന്റെ വരവ് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രത്യേകത എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതിന് ഈ സമയങ്ങൾ നിങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മാനവകുലത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച നസ്രയന്റെ ഈ ഭൂപരപ്പിലേക്കുള്ള വരവ് പരിപൂർണമായി തീരട്ടെ എന്ന്, അതിന്റെ ഭാഗ്യം, അതിന്റെ ആനുകൂല്യം, അതിന്റെ മഹത്വം ആസ്വദിക്കുവാൻ ഈ ദേശത്ത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് ഹൃദയംഗമായി ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി മനോഹരമായ ഒരു ഗാനം ആലപിക്കുവാനായി ഞാൻ സാമിനെ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. വരുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ സാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളൂ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മനമുരുകുന്നേ. പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ നിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ ആടുന്ന പൂവിനെ പോ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. വെയിലിൽ വാടുന്ന പൂവിനെ പോ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ.
ജയമെവിടെ മനുഷ്യാനിന്ദന സുഖമെവിടെ മരണമേ നിൻ ജയമെവിടെ മനുഷ്യാനിന്ദന സുഖമെവിടെ കാഹളനാദം മുഴങ്ങുമ്പോ കാന്താ നീ എന്നെ തള്ളരുതേ കാഹളനാദം മുഴങ്ങുമ്പോ കാന്താ നീ എന്നെ തള്ളരുതേ കാന്താ നീ എന്നെ തള്ളരുതേ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകും അനുഗ്രഹിക്കപ്പെട്ട നല്ല മനോഹരമായ ഗാനം പാടി സാമന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന നിമിഷങ്ങൾ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഘോഷിപ്പാൻ അനുഗ്രഹീത പ്രഭാഷകൻ അജി ആന്റണി ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സുവിശേഷ സന്ദേശ യാത്രയാണ് ഇന്ന് ഈ തെരുവിൽ എത്തി നിൽക്കുന്നത്. സ്തോത്രം. ചരിത്രത്തെ മനുഷ്യന്റെ മാറ്റുവാൻ കഴിയുന്ന ഏത് അഡിഷനുകളിൽ നിന്നും രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന, പാപത്തിന്റെ കറകളെ കഴുകി നിത്യജീവനെ നൽകുവാൻ കഴിയുന്ന, തകർന്നുടഞ്ഞ ജീവിതങ്ങളെ പണിയപ്പെടുവാൻ കഴിയുന്ന, സമൂഹത്തിന്റെ തിന്മകളെ അകറ്റി സമൂഹത്തെ നന്മപൂരിതമാക്കി തീർക്കുവാൻ കഴിയുന്ന മനോഹരമായ ശാന്തിയും സമാധാനവും നൽകുന്ന അനുഗ്രഹീത സന്ദേശം വരുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ പ്രിയ സ്നേഹിതനും സഹയാത്രികനുമായ അനുഗ്രഹീത പ്രഭാഷകൻ അജി ആന്റണി നിങ്ങളുമായി പങ്കുവയ്ക്കും. അതിനായി ഞാൻ അദ്ദേഹത്തെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശബ്ദവാഹനയുടെ ശ്രവണപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹാഭിവാദനങ്ങൾ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുകയും സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും എന്ന സനാതനമായ സത്യം മാലോകരെ വിളിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകളാകുന്ന ലഹരിക്കും മദ്യത്തിന്മയ്ക്കുമെതിരെയുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്രയാണ് ഈ വഴിവീതിയിൽ എത്തി നിൽക്കുന്നത്. ഇന്ന് മനോഹരമായ സുദിനത്തിന്റെ പ്രഭാതത്തിൽ ആദരണീയരായ വിശിഷ്ടാതിഥികളുടെ മഹനീയ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും ആരംഭം കുറിച്ച ഈ സന്ദേശയാത്ര ഈ തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച് അവിടെയൊക്കെ തിന്മയ്ക്കും സാമൂഹിക വിപത്തുകൾക്കും എതിരെയുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശം വിളംബരം ചെയ്തനന്തരം ഈ ഉച്ചകൊടുത്ത സമയത്ത് ഈ വേദിയിൽ ഈ സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ്, കൃതാർത്ഥനാണ്. അതുകൊണ്ട് തന്നെ പരിമിതങ്ങളായ അല്പനിമിഷങ്ങൾ വീതികളിലും ബീച്ചുകളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന്റെ അല്പമിനിറ്റുകൾ ഞങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച് കൊള്ളുകയും നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകളാകുന്ന ലഹരിക്കും തിന്മയ്ക്കും മദ്യത്തിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയിൽ
ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് സുവിശേഷത്തിന്റെ പ്രചാരവാഹകരായിട്ടാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം? അത് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും മാനസാന്തരത്തിന്റെയും പാപമോചനത്തിന്റെയും ഒക്കെ സന്ദേശമാണ്. പാപമെന്ന കൊടിയ വിപത്തിലൂടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ സൃഷ്ടിയായ സൃഷ്ടാവായ ദൈവത്തോട് നിരപ്പിക്കുന്ന നിരപ്പിന്റെ പ്രഖ്യാപനമാണ്, വിളംബരമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമോ ഒരു വസ്തുവോ കുറെ ആശയങ്ങളോ ഏതെങ്കിലും സാഹിത്യ പദങ്ങളുടെ അടിയൊഴുക്കോ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ജീവിത ദുരിതങ്ങളുടെ പേമാരികൾക്കിടയിലും ഈ സുവിശേഷത്തിന് വേണ്ടി ഹൃദയം കൊടുത്ത് ഇതിൽ വിശ്വസിച്ചിട്ടുള്ളവന്റെ സന്തതി പരമ്പരകളെ വർണ്ണനാതീതമായ അനുഗ്രഹത്തിന്റെ ചൈതന്യധാരയിലേക്ക് നയിക്കുവാൻ കരുത്തുള്ള തികവുള്ള ഇടയറ്റ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അനാചാരങ്ങളുടെ തേരോട്ടങ്ങൾക്കും അന്ധകാരമണ്ഡലങ്ങളുടെ പോരാട്ടങ്ങൾക്കും നടുവിൽ ഇറങ്ങി വന്ന് വേദപുസ്തകം സത്യമാണെന്ന് കാലത്തെ വെളിപ്പെടുത്തിയ കാലത്തിന്റെ കർമ്മസാക്ഷ്യമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇവിടെ മനുഷ്യ നന്മയും മതസൗഹാർദ്ദവും പൂത്ത് നറുമണം വീശുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ മണ്ണിൽ കൊലപാതകങ്ങളായും അക്രമങ്ങളായും വർഗീയതകളായും പീഡന പരമ്പരകളായും തിന്മകളായും തലപൊക്കി നിൽക്കുന്ന സമസ്ത തിന്മയുടെ ശക്തികളെയും ജനഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പിടിതുമാറ്റി അവരെ നേരിന്റെ പാതയിൽ നടത്താൻ കരുത്തുറ്റ ഇടയറ്റ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്ന് പറയുന്നത്. നാം പാർക്കുന്ന സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ വിപത്തുകൾ എന്തൊക്കെയാണ്? ആ വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തെ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകൾ എന്തൊക്കെയാണെന്ന് പ്രബുദ്ധരായ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. ഞങ്ങളുടെ ദൗത്യം അതിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയായതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. സാമൂഹിക തിന്മകളെ കുറിച്ച് മാത്രമല്ല, ആ തിന്മയിൽ നിന്നുള്ള ശാശ്വതമായ പരിഹാരത്തെ കുറിച്ചും ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ സാമൂഹിക വിപത്തുകളിൽ ഒന്ന് ഇവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗമാണ്. ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ അടുത്ത ദുരന്തമെന്ന് പറയുന്നത് മനുഷ്യത്വ ബോധമില്ലാത്ത കൊലപാതകങ്ങളും അക്രമങ്ങളും പീഡനങ്ങളുടെ പരമ്പരകളുമാണ്. ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ദുരന്തമെന്ന് പറയുന്നത് ഇവിടെ അരങ്ങു തകർക്കുന്ന കുടുംബ തകർച്ചകളും കൂട്ടയാത്മഹത്യകളുമാണ്. എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ? നിരവധി ആധ്യാത്മിക സമ്മേളനങ്ങളും ആധ്യാത്മിക നേതാക്കന്മാരും അരങ്ങു തകർക്കുന്ന നാടല്ലേ നമ്മുടെ നാട്. മാത്രമല്ല, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ബഹുമതി ലഭിച്ച നാടല്ലേ നമ്മുടെ നാട്. പ്രിയപ്പെട്ടവരെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് പഠിപ്പിച്ച മഹാഗുരു ജനിച്ച നാടല്ലേ നമ്മുടെ നാട്. എന്തുകൊണ്ട് നാം പാർക്കുന്ന സമൂഹത്തിൽ ഈ ദുരന്തങ്ങൾ വേട്ടയാടുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്ന് മാറി മറ്റൊന്നായി ഒന്നിനു പുറകെ ദുരന്തങ്ങൾ, അനിശ്ചിതത്വങ്ങൾ നമ്മുടെ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആരാണ് ഈ ദുരന്തങ്ങളുടെ പിന്നിലെ ഉത്തരവാദി? നാം പാർക്കുന്ന സമൂഹത്തെ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഥമ ദുരന്തമെന്ന് പറയുന്നത് ഇവിടെ വർദ്ധിച്ചു വരുന്ന മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങളുമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. തലപൊക്കി നോക്കിയാൽ മദ്യം പുഴ പോലെ കുതിച്ച് ഒഴുകുന്ന ഭയാനകരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. മദ്യപാനം ഇപ്പൊ പുരുഷന്മാരിൽ മാത്രമല്ല, ഏതാണ്ട് 50% സ്ത്രീകളും മദ്യത്തിന്റെ ആസക്തിയിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളത് തിരസ്കരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. 30 വർഷങ്ങൾക്ക് പുറകിൽ 25 വയസ്സ് പൂർത്തിയാകാത്തവർ മദ്യപിക്കുകയില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലത്ത് 25 പോയി, 20 പോയി, 18 പോയി, 10 പോയി. ആ പ്രായപരിധി ഏതാണ്ട് 7,
വരെ എത്തി നിൽക്കുക. കലാലയങ്ങൾ ലഹരി കൊണ്ട് പുകയുക, ക്യാമ്പസുകൾ ലഹരി കൊണ്ട് പുകയുക. ചില നാളുകൾക്ക് പുറകിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു സ്കൂളിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി അവൻ മയയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് അവൻ തല നിവർത്തുന്നില്ല. പഠിക്കുന്ന ബെഞ്ചിലേക്ക്, ഡെസ്കിലേക്ക് അവന്റെ തല താഴ്ത്തി മുഖമർത്തി അവൻ കിടക്കുന്നു. അവൻ നോട്ട് എഴുതുന്നില്ല. ക്ലാസ് ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. പഠിപ്പിക്കുന്ന വിഷയത്തോട് അവൻ സഹകരിക്കുന്നില്ല. എന്താണെന്നറിയത്തില്ല. അധ്യാപകയെ അടുത്തു വന്ന് അന്വേഷിച്ചപ്പോൾ സഹ പഠിതാക്കൾ പറഞ്ഞു, ടീച്ചർ, ചില മണിക്കൂറുകളായി ഇവൻ ആരോടും സംസാരിക്കുന്നില്ല, ഇവനൊന്നും ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നില്ല, ഇവൻ ചേമ്പ് വാടിക്കിടക്കുന്നത് പോലെ ഈ ഡെസ്കിന്റെ മുകളിലേക്ക് വാടിക്കിടക്കുക. കാരണം അന്വേഷിച്ചപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഇവന്റെ ബാഗ് തുറന്ന് ഇവൻ പെപ്സി കുടിച്ചതായി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ പെപ്സി കുടിച്ചപ്പോൾ മുതൽ ഇവന് ബോധമില്ല. ഇവൻ തലപൊക്കാതെ ഡെസ്കിൽ മുഖമർത്തി കിടക്കുക. ടീച്ചർ ഇവന്റെ ബാഗ് തുറന്ന് ആ പെപ്സി കുപ്പി പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഏതാണ്ട് 80% മദ്യമാണ്, 20% മാത്രമേ പെപ്സിയുള്ളൂ. നോക്ക്, 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് മാത്രം പ്രായമുള്ള ആ പിഞ്ചുകുഞ്ഞ്, ആ കൗമാരക്കാരൻ പെപ്സിക്കുപ്പിക്കകത്ത് 3/4 ഭാഗം മദ്യമൊഴിച്ച് ക്ലാസ്സിനിടയിൽ പെപ്സി കുടിക്കുന്ന ലാഘവത്തോടെ മദ്യം കുടിക്കുന്നു. ഇത് കേവലം ചെറിയൊരു സംഭവമാണ്. മീഡിയ ഒക്കെ ഇപ്പൊ പ്രചാരമായതുകൊണ്ട് മീഡിയയിലൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 6-7 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കഞ്ചാവിനും ലഹരിക്കും അടിമയാണ്. അതാ ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ ക്യാമ്പസുകൾ ലഹരിയുടെ മാരകമാകുന്ന വലയത്തിലാണ്. നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ കലാലയങ്ങളിലും ലഹരി നിറഞ്ഞു പുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും മോചനം കൊടുക്കേണ്ടതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, എക്സൈസ് വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവര് ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക. മാത്രമല്ല, നിരോധിതമാകുന്ന പുകയിലകൾ, നിരോധിതമാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ക്രമാതീതമായിട്ട് ഇവിടെ പരസ്യമായി കച്ചവടം ചെയ്യുന്ന വല്ലാത്ത ഭയാനകരമായ ഒരു സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം പാർക്കുന്ന സമൂഹത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ പ്രഥമ ദുരന്തം എന്ന് പറയുന്നത് ഇവിടെ വർദ്ധിച്ചു വരുന്ന മദ്യപാനമാണ്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗമാണ്. ലഹരി നിമിത്തം, മദ്യം നിമിത്തം തകർന്ന് തരിപ്പണമായ എത്രയോ പ്രസ്ഥാനങ്ങൾ, ലഹരിയും മദ്യം നിമിത്തം തകർന്ന് തരിപ്പണമായ എത്രയോ സ്ഥാപനങ്ങൾ, ലഹരിയും മദ്യവും നിമിത്തം തകർന്ന് തരിപ്പണമായ എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുടുംബ ബന്ധങ്ങൾ, എത്രയോ യൗവനങ്ങൾ സാക്ഷികളുടെ സമൂഹമായി നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വർദ്ധിച്ചു വരുന്ന ഏതാണ്ട് റോഡപകടങ്ങളിൽ 80% കാരണമെന്ന് പറയുന്നത് മദ്യമാണ്. ഇവിടെ സംഭവിക്കുന്ന പീഡനങ്ങളുടെയും കൊലപാതക പരമ്പരകളുടെയും ഏതാണ്ട് നല്ലൊരു ശതമാനം പിന്നിലെ കാരണമെന്ന് പറയുന്നത് മദ്യമാണ്. ചില വർഷങ്ങൾക്ക് പുറകിൽ എനിക്ക് തോന്നുന്നത് 2015 എന്ന് ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ കോവളം ബീച്ചിൽ കൊല്ലത്തു നിന്നും 5 അംഗ സംഘം ഈ കോവളം ബീച്ചിൽ വന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിച്ചാഘോഷിച്ചു. യൗവനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചാഘോഷിച്ചു. കോവളം ബീച്ചിൽ ന്യൂ ഇയർ അവർ അടിച്ചു പൊളിച്ചാഘോഷിച്ച് അവരുടെ ആഡംബര കാറിൽ അവർ കയറി ഈ കോവളത്തു നിന്നും കൊല്ലത്തേക്ക് വരുമ്പോൾ ദേശീയ പാതയിൽ ഒരു ടാങ്കർ ലോറിയുമായി അവരുടെ വാഹനം കൂട്ടിയിടിച്ചു. വഴിയിൽ അവർ അരിഞ്ഞു മരിച്ചു. വാരിക്കൂട്ടാൻ ബാക്കി കിട്ടിയില്ല. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന വാർത്ത എന്താണ്? വാഹനം ഓടിച്ചവരുൾപ്പെടെ അതിനകത്തിരുന്ന 5 പേർ മദ്യലഹരിയിലാണ്. ഞാൻ ഓർപ്പിച്ചത് ഒരു കാര്യം മാത്രമാണ്, ഓരോ സ്ഥലത്തും വാഹനാപകടങ്ങൾ സംഭവിക്കുമ്പോൾ പത്രവാർത്ത വായിച്ചിട്ടില്ലേ? വാഹനം ഓടിച്ചയാള് മദ്യലഹരിയിലായിരുന്നു. അപ്പൊ റോഡപകടങ്ങൾ പെരുകുന്നതിന്റെ പിന്നിലെ നല്ലൊരു ശതമാനം കാരണക്കാരൻ മദ്യമാണ്. കുടുംബ തകർച്ചയുടെ പിന്നിലെ നല്ലൊരു ശതമാനം കാരണക്കാരൻ മദ്യമാണ്. ആത്മഹത്യയുടെ പിന്നിലെ നല്ലൊരു ശതമാനം കാരണക്കാരൻ മദ്യമാണ്. പീഡന പരമ്പരയുടെ പിന്നിലെ നല്ലൊരു ശതമാനം കാരണക്കാരൻ മദ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ ഓരോ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ എഴുതിയിട്ടില്ലേ പത്രത്തിനകത്ത്,
ആ കുറ്റവാളി കുറ്റകൃത്യം ചെയ്ത സമയത്ത് മദ്യ ലഹരിയിലായിരുന്നു. ദൈവത്തിന്റെ നാടായ ഈ കൊച്ചു കേരളത്തിൽ ചില വർഷങ്ങൾക്ക് പുറകിൽ 12 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ 49 വയസ്സുള്ള ഒരു മനുഷ്യൻ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി അവരുടെ ചേതനയറ്റ ശരീരം തേങ്ങാ പൊതിച്ച തൊണ്ടുകൾക്കിടയിൽ പൂഴ്ത്തിവെച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം തേങ്ങാ തൊണ്ടുകൾക്കിടയിൽ നിന്നും അഴുകിയ ഗന്ധം പുറത്തു വന്നു. നാട്ടുകാരുടെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ കണ്ടുപിടിച്ചു തേങ്ങാ തൊണ്ടുകൾക്കിടയിൽ 12-കാരിയുടെ പാതി നിർമ്മിച്ച ശരീരം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നിയമപാലകർ ആ കൊലപാതകനെ കൈയോടെ പിടിച്ചു. അവനെ ചോദ്യം ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാരത്തടിച്ച് നിയമപാലകരുടെ മുമ്പിൽ ആ മനുഷ്യൻ കുറ്റം സംഭവിച്ചു. അവന്റെ കുറ്റസമ്മതത്തിൽ അവൻ പറഞ്ഞ വാക്ക്, സാറേ, ആ കുറ്റം ചെയ്യണമെന്ന് മനസ്സുണ്ടായിട്ട് ചെയ്തതല്ല, അറിയാതെ ചെയ്തുപോയി. വീണ്ടും അദ്ദേഹം അടിയറയിട്ടോർപ്പിച്ചു, ആ കുറ്റകൃത്യം ചെയ്തപ്പോൾ ഞാൻ മദ്യലഹരിയിലായിരുന്നു. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഇവിടെ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വങ്ങളുടെയും ദുരന്തങ്ങളുടെയും തകർച്ചയുടെയും പിന്നിലെ നല്ലൊരു ശതമാനം വില്ലനായി തലപൊക്കി നിൽക്കുന്നത് മദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ പറയാനുണ്ടെങ്കിലും മറ്റ് കവലകളിലേക്ക് സന്ദേശവുമായി ഞങ്ങൾക്ക് പുറപ്പെടേണ്ടിയത് ആവശ്യമായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ സാമൂഹിക വിപത്തുകളിൽ ഒന്ന് ഇവിടെ വർദ്ധിച്ചു വരുന്ന മദ്യലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗമാണെങ്കിൽ ഈ ശബ്ദപരിധികൾ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യമിത്രമേ, ഇന്ന് താങ്കളെ ത്രസിപ്പിക്കുന്ന, ഇന്ന് താങ്കളെ ആനന്ദിപ്പിക്കുന്ന, ഇന്ന് താങ്കളെ ആമോദിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന, ഇന്ന് താങ്കൾക്ക് പലതും ചെയ്യുവാൻ കരുത്ത് പകരുന്ന ഈ ചൂടൻ മദ്യലഹരി പദാർത്ഥങ്ങൾ നാളെയുടെ സുപ്രഭാതങ്ങളിൽ മാറാ രോഗത്തിന്റെ ഫലം പിരിച്ച് ഒരു വിഷപ്പാമ്പ് കണക്കെ താങ്കളെ കൊത്തിവളർത്തും മുമ്പ് മദ്യലഹരി പദാർത്ഥങ്ങളോട് വിടപറഞ്ഞ് സമൂഹത്തിൽ നല്ല മനുഷ്യരാകുവാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. നാം പാർക്കുന്ന സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന അടുത്ത ദുരന്തമെന്ന് പറയുന്നത് മനുഷ്യത്വ ബോധമില്ലാത്ത കൊലപാതകങ്ങളും അക്രമങ്ങളും പീഡനങ്ങളുടെ പരമ്പരകളുമാണ്. കഴിഞ്ഞ ദിവസം എന്റെ സ്നേഹിതൻ ഓർപ്പിച്ചതുപോലെ, ഇതുപോലൊരു കവലപ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ, മുറ്റത്ത് വീടുന്ന പേപ്പർ നിവർത്തി ആർത്തിയോട് വാർത്ത വരവിയാൽ ഓരോ സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുവാൻ പത്രത്തിന് ഓരോ പേജാണ്. കായികം അത് കൈകാര്യം ചെയ്യുവാൻ കായികം എന്നൊരു പേജുണ്ട്. മരണവിവരങ്ങൾ കുറിക്കുവാൻ ചരമം കോളം എന്ന് പറയുന്ന ഒരു പേജുണ്ട്. വിദേശത്തെ വാർത്തകൾ പറയാൻ വൈദേശികം എന്നൊരു പേരുണ്ട്. വ്യവസായപരമായ കാര്യങ്ങൾ പറയുവാൻ വ്യവസായികം എന്നൊരു പേരുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു താളും നമ്മുടെ പത്രത്തിലുണ്ട്. ഇവിടെ അരങ്ങ് തകർക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള മാത്രം വാർത്തകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പേജ് നമ്മുടെ പത്രത്തിന് അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായി അടുത്ത തിന്മ എന്ന് പറയുന്നത് ഇവിടെ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും പീഡനങ്ങളുടെ പരമ്പരകളുമാണെങ്കിൽ നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ദുരന്തമെന്ന് പറയുന്നത് കൂട്ട ആത്മഹത്യകളാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിലെ ദൈവത്തിന്റെ നാടായ കൊച്ചു കേരളം 29 സംസ്ഥാനങ്ങളിൽ വെച്ച് ആത്മഹത്യയിൽ മുമ്പിലാണെന്ന് പറഞ്ഞാൽ എത്രയോ ശോചനീയം, എത്രയോ വേദനാജനകം. ഇതിനെതിരെ, ഈ തിന്മയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം മാത്രമാണ് നിങ്ങളോട് വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാം പാർക്കുന്ന സമൂഹത്തെ മുച്ചൂടും 1, 2, 3, 4, 5, 6, 7 എന്ന ക്രമത്തിൽ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതികളുടെ, ഈ തിന്മയുടെ അടിവേര് മാന്തിയോടിയാൽ, ഈ വിഭക്തികളുടെ അടിവേര് മാന്തിയോടിയാൽ ആരാണ് ഇതിന്റെ പിന്നിലെ കാരണം? എന്തുകൊണ്ട് മദ്യപാനികൾ പെരുകുന്നു? എന്തുകൊണ്ട് ക്രിമിനലുകൾ പെരുകുന്നു? എന്തുകൊണ്ട് അക്രമികൾ പെരുകുന്നു? എന്തുകൊണ്ട് കൂട്ടയാത്മഹത്യകളും കുടുംബ തകർച്ചകളും പെരുകുന്നു? ഇവിടെ അരങ്ങ് തകർക്കുന്ന ഈ അടിച്ചിടത്തങ്ങളുടെ അടിവേര് മാന്തിയോടിയാൽ പള്ളിയാണോ കാരണം? അല്ല. പുരോഹിതരാണോ കാരണം? അല്ല. പാസ്റ്റർമാരാണോ കാരണം? അല്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ കാരണം? സമുദായ സന്നദ്ധ സംഘടനകളാണോ കാരണം? നാടിനെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്തുകളുടെ അടിവേര് മാന്തിയോടിയാൽ ഈ ദുരന്തത്തിന്റെ പിന്നിലെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് പാപമാണ്. മനുഷ്യൻ അറിയാതെ അവനിൽ കുടികൊള്ളുന്ന പാപമാണ്. അവൻ അറിയാത്ത തിന്മകളിലേക്ക്, അവൻ ഇച്ഛിക്കാത്ത തിന്മകളിലേക്ക്
അവൻ ഇച്ഛിക്കാത്ത ബന്ധങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും മനുഷ്യനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് അവനറിയാതെ അവനിൽ കുടികൊള്ളുന്ന ഭാവമാണ്. ഇന്നിന്റെ സമൂഹത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്നിന്റെ യുവതലമുറകളെ കസക്കി ഉടച്ചുകൊണ്ടിരിക്കുന്ന സകല തിന്മയുടെയും പിന്നിലെ അടിസ്ഥാനപരമായ കാരണം പാപമാണെങ്കിൽ സഹോദരരെ, നമ്മുടെ സമൂഹം വിമോചനം പ്രാപിക്കേണ്ടിയത്, നമ്മുടെ സമൂഹം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടിയത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നല്ലേ? അങ്ങനെയെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യ സമൂഹത്തിന് മോചനം കൊടുക്കുവാൻ ആർക്ക് കഴിയും? അതിന് കരുത്തുള്ള ഒരേ ഒരാളെ എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തുള്ളൂ. ആ ആളാണ് എന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയം, ആ ആളാണ് എന്റെ പ്രഭാഷണത്തിന്റെ ഉൾക്കാമ്പ്, ആ ആളാണ് എന്റെ പ്രഭാഷണത്തിന്റെ സഭാവിശേഷം. ആ ആളെ പരസ്യമായി ഈ പൊതുവീതിയിൽ ഉയർത്തുന്നതിൽ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ അവന്റെ പ്രചാരവാഹകരായ ഞങ്ങൾ സന്തുഷ്ടരാണ്. ആ വ്യക്തിപ്രഭാവം മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോകൈക രക്ഷിതാവാകുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനല്ലാതെ മറ്റൊരു പാപപരിഹാരങ്ങളില്ല. അവിടുന്ന് ലോകത്തിൽ മാനവാകാരം സ്വീകരിച്ച് മതത്വം വിട്ട് മനുഷ്യനായി അവതരിച്ചത് മതസ്ഥാപനങ്ങൾക്കോ രാഷ്ട്രസ്ഥാപനങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണങ്ങൾക്കോ അല്ല. അവിടുന്ന് ലോകത്തിൽ അവതരിച്ചത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ്. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ വിശുദ്ധ ബൈബിൾ. ക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യ, നീ അറിയാതെ നിന്നിൽ കൊടികൊള്ളുന്ന പാപത്തിന്റെ ബന്ധനങ്ങളെ അടിച്ച് നീ ചിന്തിക്കാത്തൊരു സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് കൈമാറ്റം ചെയ്യാനാണ്. യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നതും അവൻ കാൽവറിയിൽ മരിച്ചതും നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മദ്യാസക്തിക്കും ലഹരി പദാർത്ഥങ്ങൾക്കും തിന്മയ്ക്കും ദുഷിച്ച ബന്ധങ്ങൾക്കും താങ്കൾ അടിമയാണോ? അതിലൂടെ താങ്കളുടെ ജീവിതത്തിന്റെ സൂര്യം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബ ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു, മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നുപോയോ? മനസ്സിലാക്ക്, നിങ്ങളെ വലയ്ക്കുന്ന സകല അനിശ്ചിതത്വത്തിന്റെയും പിന്നിലെ അടിസ്ഥാനപരമായ കാരണം നിങ്ങൾ അറിയാതെ നിങ്ങൾ കുടികൊള്ളുന്ന പാപമാണ്. ആ പാപത്തിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം വരാൻ യേശു ക്രിസ്തു മതിയായ രക്ഷകനാണ്. അതുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, പാപം വിതച്ച ദുരന്തത്തിൽ പിടയുന്ന മനുഷ്യനാണ്. അങ്ങ് ലോകത്തിൽ വന്ന എനിക്കായി ക്രൂശിൽ മരിച്ചതിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവിടുത്തെ ബലിമരണത്തിന്റെ മുഴുവൻ സാധ്യതയും എന്റെ പാപത്തിന്റെ മോചനമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണം. ക്രൂശിലെ ഒഴുക്കിയ രക്തത്തിലൂടെ ആമേൻ എന്നിൽ പാപം സമ്മാനിച്ച സകല ദുരന്തത്തെയും കഴുകി എന്നെ മകനും മകനുമാക്കണമേ എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ധൈര്യസമേതം മുൻപോട്ട് വന്നാൽ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ഈ പൊതുസ്ഥലത്ത് പരസ്യമായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. മുൻപോട്ട് വരുവാൻ നിങ്ങളുടെ സാഹചര്യം അനുവദിക്കാത്ത പക്ഷം ഇരിക്കുന്ന ഇരിപ്പിൽ കേൾക്കുന്ന കേൾവിയിൽ ഈ നല്ല രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണത്തിലൂടെ മുഴുവനവരാശിക്കും വിഭാവന ചെയ്ത ദിവ്യമാകുന്ന രക്ഷ തികച്ചും വിശ്വാസത്താൽ പ്രാപിച്ച് പാപം തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് പാപമോചകനാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ക്ഷമയോടെ ഈ രീതിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച വ്യാപാരി വ്യവസായികളെ, കൈവശ സഹോദരങ്ങളെ, നാട്ടുകാരെ, യാത്രികരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയംഗമാകുന്ന കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു, ക്രിസ്തീയ അഭിവാദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ നാടിനെ ദൈവം സമാധാനം നൽകി ആശ്വസിപ്പിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ സന്ദേശം ഇത്രത്തോളം സമയം കാതോർത്ത ഏവർക്കും നിങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തെ ഇത് അത്ഭുതമാക്കി മാറ്റട്ടെ. ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളിൽ നിന്നും ഈ അത്ഭുത സ്നേഹം കരകയറ്റി നിത്യജീവന്റെ അവകാശികളായി തീരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിച്ച് ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. അതിനായി ഈ ദേശത്ത് തന്നെയുള്ള കർത്താവിന്റെ വേലിയിലായിരിക്കുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ അഭിഷിക്ത ദാസനെ ഞാൻ അതിനായി മുൻപോട്ട് ക്ഷണിക്കുന്നു. നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കും. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, എന്ന് പകൽ ദൈവമേ ഈ ദേശത്തെ മരിനാട് ജംഗ്ഷനിൽ അവിടുത്തെ നാമം ഒരിക്കൽ കൂടി ഉയർത്തുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം.
പ്രഭാതം മുതൽ ഞങ്ങളോട് കൂടെ ഇരുന്നു. ദേശത്ത് വചനം ഐക്യത്തക്ക നിലയിൽ ദൈവാത്മാവ് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. ദേശത്തെ അനുഗ്രഹിക്കണം കർത്താവേ. ഈ പ്രദേശത്തെ ബിസിനസ്സുകാരെ ഓർക്കുന്നു, അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നു, ദൈവമേ ഡ്രൈവേഴ്സിനെ ഓർക്കുന്നു, വിവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്തോത്രം. കടൽപ്പണി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ എല്ലാ പ്രതിസന്ധികളും വിടുവിച്ച്, തകർച്ചകൾ വിടുവിച്ച് കർത്താവേ, ഹാലിയെ കേടുപോക്കുന്ന ദൈവത്തിന്റെ കരം മക്കളോട് കൂടിയിരുന്ന അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ കർത്താവായ യേശുവിനോടുള്ള നിത്യസമാധാനവും രോഗശാന്തിയും അനുഗ്രഹവും ഭൗതിക നന്മകളും ഒടുവിലായി നിത്യജീവനും പ്രാപിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദേശത്ത് പിന്നെയും വാദിച്ചുകൊണ്ടിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വൃദ്ധനെ ഇന്ന് പകൽക്കാലം ദൈവം കരങ്ങൾ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം. പിന്നെയും അനുഗ്രഹിച്ചാട്ടെ. എല്ലാം മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കേണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം നമ്മെ